ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് ധ്രുവക്കുട്ടീനെ എണീപ്പിച്ചിട്ടുണ്ട്. ഇത്തിരി വാശിയിലാണ് കേട്ടോ എപ്പോഴും എണീക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ധ്രുവക്കുട്ടീനെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയ ശേഷം ഞാനിതാ അടുക്കളയ്ക്ക് ചെന്നു കേട്ടോ. അടുക്കളയിൽ നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ധ്രുവക്കുട്ടിയുടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്ടാവും ആദ്യം തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് തിളപ്പിക്കലും പിന്നെ ധ്രുവക്കുട്ടിക്കായിട്ട് സെപ്പറേറ്റ് ഞാൻ വെള്ളം തിളപ്പിക്കട്ടെ ഫ്ലാസ്കിൽ വെക്കും. കാരണം ആൾക്കൊരു ചൂടുള്ള വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് സെപ്പറേറ്റ് ഫ്ലാസ്കിൽ വെക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകാണ്. അപ്പോൾ അച്ഛന് രാവിലെ കടയ്ക്ക് പോകണം, കാരണം അച്ഛന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അമ്മ രാവിലെ തന്നെ കറികളൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് പാത്രങ്ങളാണ് മെയിനായിട്ട് കഴുകാനുണ്ടാവുക കേട്ടോ. അടുക്കളയിൽ നിറച്ച് പാത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ പാത്രം കഴുകുന്നത് എന്നെ സംബന്ധിച്ചൊരു ഹരമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു കുട്ടിക്ക് രാത്രി പാൽ കുടിക്കുന്ന കുപ്പിയുണ്ട്. അപ്പോൾ അത് ഞാൻ രാവിലെ ആകുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് തിളപ്പിക്കാനിടും. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. അപ്പോൾ വീടിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ പാത്രം കഴുകലാണ് തന്നെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എല്ലാം പാത്രം കഴുകി വൃത്തിയാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ധ്രുവക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മോർണിംഗ് അവൾ എല്ലാ കറികളും കൂട്ടിയൊന്നും ഭക്ഷണം നന്നായി കഴിക്കില്ല. അപ്പോൾ ആകെ കോഴിമുട്ടയ്ക്കുണ്ടെങ്കിൽ അത്യാവശ്യം മടിയില്ലാണ്ട് കഴിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കോഴിമുട്ട കുറച്ച് കുത്തിപ്പൊരി പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ടേബിളിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് ടേബിളൊന്നും ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. കസേരകളൊക്കെ കറക്റ്റാക്കി വെക്കും. അതുപോലെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെച്ച് ക്ലീനാക്കി വെക്കും. എനിക്കത് അങ്ങനെ കാണാനാണ് ടേബിൾ ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. തക്കാളി ചട്നി ഉണ്ടാക്കണം. കട്ടൻ ചായ റെഡിയാണ്. അവിടെ ചുവപ്പ് കളർ റെഡി. പിന്നെ കുറ്റിക്കരിയാൻ ചുവപ്പ്, മഞ്ഞ കളറുടെ മഞ്ഞ, വണ്ടിയുടെ കളർ കാണിച്ചോട്ടെ മഞ്ഞ. എന്നിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ നേരത്തെ പെയ്തെടുത്തത്. അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദോശ നല്ല മുരിഞ്ഞ ദോശ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പുതിയൊരു പാനും കൂടിയാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് നോക്കുമ്പോൾ ധ്രുവക്കുട്ടി വലിച്ചിട്ടതും അല്ലാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് അടുക്കി പറക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഞാൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവസാനത്തെ ഒരു മിനിറ്റ് നമുക്ക് ഒരു പ്രശ്നം എനിക്ക് കട്ടൻസും കടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ട്, വേറെ ഒന്നുമല്ല, വൃത്തിയാക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആകെ മുഷിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേഗം കുളിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കുളിയിൽ ഒരു ഉച്ചീവനിങ്ങൊക്കെ ആവും ഞാൻ കുളിക്കുമ്പോൾ. അങ്ങനെ ധ്രുവക്കുട്ടി ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ വലിയൊരു കടമ്പയാണത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലോ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യലൊരു വല്ലാത്തൊരു പണി പിടിച്ചൊരു പണി തന്നെയാണ്. അവളുടെ ഹൈ ചെയറും പിന്നെ അവൾ ആ കഴിച്ച ചുറ്റുപാട് മുഴുവൻ ക്ലീൻ ചെയ്തൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടേബിളും ആ ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതോടുകൂടി ഞാൻ ടേബിൾ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ടേബിൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെയും നല്ല നീറ്റായിരുന്നു കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ കണ്ട അവസ്ഥ അവൾ വലിച്ചെറിഞ്ഞതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള അഴുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു തുണി ഓൾറെഡി അവിടെ പുറത്ത് വയ്ക്കും. അത് വെച്ചിട്ട് ഞാൻ എപ്പോഴും അത് വൃത്തിയാക്കി കൊടുക്കും കേട്ടോ, ഒന്ന് തുടച്ച് കൊടുക്കും. ഇത് ഒരു നേരത്തെ കാര്യമില്ല കേട്ടോ, 3 നേരം ഫുഡ് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു സെയിം പ്രക്രിയയാണ്, എല്ലാ 3 വട്ടം ഈ ഒരു പ്രക്രിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഭാഗം ഡൈനിങ് ഏരിയകളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചു. ഓൾറെഡി വൃത്തിയാക്കിയതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് രണ്ടാമതൊരു വൃത്തിയാക്കലും കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം. അപ്പോൾ ഫുഡ് കൊടുക്കലും കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത് ധ്രുവക്കുട്ടിനെ കുളിപ്പിക്കലാണ്. അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ എല്ലാ പാത്രം കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഷൊന്നു കുച്ചൻ്റെ ആവി എന്നിട്ട് കയ്യിലേ എന്നിട്ടിത്
എന്തിട്ടത് കാണിച്ചാ മിച്ച് എന്തിട്ടത് ജാതിക്കുരു പറഞ്ഞ ആ ജാതിക്കുരു അമ്മയ്ക്ക് തരുമോ പ്ലീസ് ജി പ്ലീസ് ജി കുച്ചി നമുക്ക് സുന്ദരിയാവാ ഇല്ല അങ്ങനെ പാരിയല്ലേ ഒരു കുടുംബത്തിയ കുഞ്ഞിട്ട് സുന്ദരിയായിട്ട് ഉടുപ്പിച്ചിട്ട് ടാറ്റ പോണ്ടേ ടാറ്റൊന്നും പോണ്ടേ കുട്ടി ബിസി എന്നാ എന്തിട്ടാ ഇതൊക്കെ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുക്കുട്ടിയിലൊന്ന് കുളിപ്പിക്കണം അല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരുക്കുട്ടിക്കൊന്ന് കുളിക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ഉടുപ്പൊക്കെ ഇച്ചിട്ട് ചുണ്ടിരായിട്ട് നമ്മൾ താഴ്ത്തി പോയിട്ട് ഇങ്ങനെ ഇറങ്ങാം ഇങ്ങനെ ഉറങ്ങാം കുട്ടി ഇങ്ങനെ ഉറങ്ങാം തിരുക്കുട്ടി ഇങ്ങനെ ഉറങ്ങാം അയ്യോ ഇങ്ങനെ ഉറക്കൂല അമ്മേനെ അപ്പോൾ അങ്ങനത്തെ ദുരുക്കുട്ടീനെ കുളിപ്പിച്ചോട്ടെ എല്ലാം കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ മേത്തൊക്കെ അഴുക്കുക അതുകൊണ്ടാണ് ഡേറ്റ് അവസാനം കുളിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ച് വന്ന ഇടയ്ക്ക് അവൾ ജനാലിൽ കൂടെ ചാമ്പയ്ക്ക് കണ്ടു ചാമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വേണമെന്ന് വളരെ നിർബന്ധം അപ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടണം അപ്പോൾ ഞാൻ ആ സമയത്ത് ഓൾറെഡി മഴയ്ക്കുള്ള സമയമാണ് ഭാഗ്യത്തിന് ആ സമയത്ത് ഒരു മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടി വലിയൊരു തോട്ടിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു 3 ചാമ്പയ്ക്ക് ആകെ ഉണ്ടായിരുന്നുള്ളൂ മരത്തുമ്മ അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോ അപ്പോൾ എന്തായാലും അത്ര ആഗ്രഹം പറഞ്ഞതല്ലേ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ആ നേരത്ത് പോയിട്ട് അത് അത്രയും വലിയ തോട്ടി വെച്ച് അത് കഷ്ടപ്പെട്ട് പറിച്ചോട്ടെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ അതൊക്കെ പറക്കിയത് അതേ അവസാനം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ വൃത്തിയാക്കിയ സ്ഥലമാണ് പിന്നെയും ഏകദേശമൊക്കെ താറുമാറായിട്ടാ പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരഴുക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയി മൂപ്പരാൾ ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ടി വി ഒന്നും വെക്കാറില്ല കേട്ടോ ആകെ ഈവനിങ് മാത്രമാണ് ഒരു 2 സീരിയൽ കാണാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും ടി വി ഇവിടെ വെക്കാറില്ല അല്ലെങ്കിൽ പിന്നെ ഉള്ള സൺഡേക്ക് ആവണം ന്യൂസ് ചാനലൊക്കെ അച്ഛൻ വെക്കണമെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ എന്തോ ന്യൂസ് കാണാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആൾ നോക്കി നിൽക്കുകയാണ് പരസ്യം അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ദിവാങ്കോട്ടൊക്കെ അപ്പോഴേക്കും വൃത്തികേടായി ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുകയാണ് നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ എനിക്കതങ്ങനെ ഷീറ്റൊക്കെ നീറ്റായിട്ട് കിടക്കണം അപ്പോൾ അതൊക്കെ നീറ്റാക്കി വെച്ചു അതിനിടയ്ക്ക് ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ചൂലാണ് കേട്ടോ മുപ്പിലുള്ള ഭയങ്കര അടിച്ച് വരലാണ് പിന്നെ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ താഴത്തെ റൂമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വിടുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആകെ അലങ്കോലം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വേഗം ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി അവൾ ടോയ്സൊക്കെ അടക്കി പറക്കി വെച്ച് അതൊന്ന് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴത്തെ എല്ലാ സാധനങ്ങളും വയ്ക്കുന്ന റൂമാണ് കേട്ടത് അപ്പോൾ അതിനെ മിക്കവാറും ഞാനത് അടക്കി പറക്കി വെക്കുന്നാലും കുറേ സാധനം ഉണ്ട് ആ റൂമിൽ അങ്ങനെ തോടെയൊക്കെ കഴിഞ്ഞതാണ് എന്നാലും നമ്മൾ അടുക്കളയിൽ കുറേ കരടുകളും കാര്യങ്ങളും അവസാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ അപ്പോൾ അത് ഞാനൊന്ന് അടിച്ച് വാരി കളയാണ് കേട്ടോ അവസാനം ഒന്നുകൂടി എല്ലാം കൂടി നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിന് ശേഷം ധ്രുക്കുട്ടീനെ ഉറക്കുന്ന സമയം അവൾ ഉറക്കി അവൾ ഒരു 2 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പം ഞാനൊപ്പം ഉണ്ടാവും ഞാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ ഞാനും ഉള്ളപ്പം കിടന്ന് ഉറങ്ങും അങ്ങനെ എണീറ്റിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തു ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ തന്നെ എല്ലാം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചേട്ടനും ഈ നേരത്തെ തന്നെ വന്ന് ഫുഡ് കഴിച്ച് പോകും കേട്ടോ അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്താണ് ചേട്ടൻ്റെ ലാപ്പ് അവിടെ ഇരിക്കണേ അപ്പോൾ അതിനിടയ്ക്ക് ധ്രുക്കുട്ടി ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവൾ ആദ്യച്ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവളുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാണ് അവൾക്കൊപ്പം കുറച്ച് നേരം കളിച്ചോളും അപ്പോൾ ഇതാ കുട്ടി ഫുഡ് കഴിച്ച ഭാഗം പിന്നെയും ക്ലീൻ ചെയ്യണം കേട്ടോ അങ്ങനെ അത് പിന്നെയും റിപ്പീറ്റ് അടിച്ചു അപ്പോൾ ആദ്യചേട്ടൻ വന്ന കാലം ദുരുക്കുട്ടി ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങൾ ഉച്ചയ്ക്കും കഴുകാണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച പാത്രം ദുരുക്കുട്ടിക്ക് കളിക്കാൻ കൊടുത്തതും ഭക്ഷണം കൊടുത്ത പാത്രം കുറേ ഉണ്ടായിരുന്നു തറ പിന്നെയും വൃത്തികേട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വൃത്തിയാക്കി കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇത് കപ്പലണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവന് ട്യൂഷനുണ്ട് അപ്പോൾ ഇവനൊരു 6:30 ആകുമ്പോൾ ട്യൂഷന് ഇവിടെ നിന്ന് പോകും കേട്ടോ അതുവരെ ധ്രുക്കുട്ടി ഇപ്പോൾ കളിക്കാൻ വേണ്ടി വന്നാനാണ് അപ്പോൾ അതിന് ശേഷം ഞാനൊരു ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ഒക്കെ നല്ല മഴയുണ്ട് അപ്പോൾ ഒന്ന് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബജ്ജിക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ കുറേ വിചാരിക്കുന്നു ബജ്ജി ഉണ്ടാക്കണമെന്ന് പിന്നെ എന്തായാലും സമയം ഒത്തു കിട്ടി കാരണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബജ്ജി എന്ന് പറയാൻ പറ്റില്ല പക്കാവട പോലെ കുറച്ച് ഡ്രൈ ആയിട്ട് പക്കാവട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമായിട്ട് ഇത്രയും ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ഒരു ബജ്ജി പോലെ കുറച്ച് വലുതായ രീതിയിൽ ഉണ്ടാക്കാറ് പിന്നെ ശരിക്കും ഒരു പക്കാവട രൂപത്തിൽ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ സംഭവം കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മഴയ്ക്കുള്ള സമയത്ത് ഇങ്ങനെയുള്ള പക്കാവടിയും പിന്നെ നല്ല കട്ടൻ ചായ കുടിക്കുന്ന നല്ല രസമല്ലേ
അപ്പം അങ്ങനെ ഇതാ പക്കാവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, അധികമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എണ്ണയിൽ പൊരിച്ചതൊന്നും അധികമൊന്നും കഴിക്കാം ചേട്ടനായാലും അത്ര കഴിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് അധികമൊന്നും ഉണ്ടാക്കിയില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കുറേ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് അധികമൊന്നും ഉണ്ടാക്കിയ പിന്നെ ധ്രുവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. മുന്നൊരു വട്ടം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ആൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ട് ധ്രുവക്കുട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കഴിച്ചപ്പോൾ. അപ്പോൾ അവളും കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഉള്ള മീനിൻ്റെ ഒപ്പം കട്ടൻ ചായ തന്നെ കുടിക്കണം കേട്ടോ. അങ്ങനെ എന്താ കുറേ ഈവനിങ് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ പോയി. അപ്പോൾ ധ്രുവക്കുട്ടി തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അച്ഛൻ്റെ ഒപ്പം അച്ഛൻ ജോലി ചെയ്യുകയാണ്, അതിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അച്ഛനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. കുറച്ച് കപ്പലണ്ടിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഒന്ന് കുറിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്ത്. അങ്ങനെ ഇത് 7 മണിക്കായപ്പോൾ ഒരു കുട്ടീനെ മേലേക്ക് വെച്ചു കേട്ടോ. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഒരു 9 മണിക്കാകുമ്പോൾ ഫുഡ് കൊടുക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഒരു 9 മണിക്കൊക്കെയായിട്ടാണ് ചേട്ടൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഉറങ്ങാറായിട്ട് ആ സമയത്ത് അങ്ങനെ പറയില്ലടി ഒങ്ങടി, അങ്ങനെ പറയില്ലടി. ധ്രുവക്കുട്ടീനെ രാത്രി ഉറക്കാൻ കിടത്താന്നുള്ളതും അതിന് വലിയൊരു പരിപാടിയാണ് കേട്ടോ. അവൾ സമ്മതിക്കില്ല, കുറേയൊക്കെ പേടിപ്പിച്ചും പറഞ്ഞിട്ടൊക്കെ ആയിട്ടൊന്ന് ഉറങ്ങാനായിട്ട് വരിക തന്നെ. ഭയങ്കര കളിക്കാനുള്ള മൂടായിരിക്കും ഏറ്റവും ഒരു അർദ്ധരാത്രി ആകുമ്പോട്ട് ആൾക്ക്. അപ്പോൾ കുറേയൊക്കെ പറഞ്ഞ് അവളൊരു വിധത്തിൽ ഉറക്കാൻ കൊണ്ടുപോകണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഒക്കെ ഇവിടെ പായ പറയും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ബൈ പറഞ്ഞേ.